Hi friends, welcome back to Don't Learn English Live It. I'm Vijay Kumar. This is part 3 of our The Hindu editorial review, House Decorum. In this session, we are going to discuss the meanings of a few words and phrases used in the editorial. The first one is decorum. Decorum. What is decorum? Decorum is proper behavior, acceptable proper behavior in a formal situation. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ ഔപചാരികമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറാം, ഡീസൻറ്റ് ബിഹേവിയർ, അതന്നെ ഡീസൻ്റായി എങ്ങനെ പെരുമാറാം, അതാണ് ശരിക്കും ആ പെരുമാറ്റത്തിനെയാണ്, ഇതൊരു നൗണാണ്, ഡിക്കോറം നമ്മൾ വിളിക്കുന്നത്. ഉദാഹരണത്തിന് സ്റ്റുഡൻസ് മസ്റ്റ് മെയിൻറ്റെയിൻ ഡിക്കോറം ഇൻ ദി ക്ലാസ് റൂം. വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യണം? ഡിക്കോറം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വേർഡ് ഈസ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മലയാളം പ്രമേയമാണ്. നമുക്കിതൊരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒപ്പീനിയനാണ്. ഫോർമൽ ഔപചാരികമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഫ് എൻ ഒപ്പീനിയൻ. നോക്കൂ, എഗ്രീഡ് ഓൺ ബൈ എ കമ്മിറ്റി. ഒരു കമ്മിറ്റി അത് എഗ്രി ചെയ്യേണ്ടതുണ്ട്. അത് കൊള്ളാനും തള്ളാനും കഴിയും, മനസ്സിലായില്ലേ? ഒരു റെസൊല്യൂഷൻ നോക്കൂ, യൂഷ്വലി ബൈ മീൻസ് ഓഫ് വോട്ടിങ്ങിലൂടെ, മനസ്സിലായില്ലേ? പ്രമേയം, മനസ്സിലായി. ദി അസംബ്ലി പാസ്ഡ് എ റെസൊല്യൂഷൻ ബൈ വോയിസ് വോട്ട്. ഇപ്പോൾ വോയിസ് വോട്ട് എന്താണെന്ന് കൂടി മനസ്സിലായിട്ടുണ്ടല്ലേ? സേ യെസ് ഓർ നോ. യെസ്സോ നോയോ പറയുക, മനസ്സിലായില്ലേ? ഒരു വോട്ടിംഗ് സിസ്റ്റമാണ്. വോട്ടിംഗ് ബൈ സേയിങ് നോ ഓർ യെസ്. ദാറ്റ്സ് കോൾഡ് വോയിസ് വോട്ട്. ദി നെക്സ്റ്റ് വേർഡ് ഈസ് ഡീപ്പെൻഡ് ദി വേർഡ്സ് ബിറ്റ്വീൻ. ഡീപ്പെൻഡ് ദി വേർഡ്സ്. നോക്കൂ, ഡീപ്പെൻഡ് ദി വേർഡ്സ്. വേർഡ്സ് മീൻസ് ഡിവിഷനെയാണ് നമ്മൾ വേർഡ്സ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? നോക്കൂ, ഇൻക്രീസ്ഡ് ദി ഡിവിഷൻ. ആ ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ടുപേർക്കിടയിലുള്ള, അല്ലെങ്കിൽ രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക, ആ ഡിവിഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് കൂട്ടുകാർക്കിടയിലുണ്ടായ ഒരു ആർഗ്യുമെൻറ്റ്, നോക്കൂ, ഡീപ്പെൻഡ് ദി വേർഡ്സ് ബിറ്റ്വീൻ ദം. സോ ദി ആർഗ്യുമെൻറ്റ് ഡീപ്പെൻഡ് ദി വേർഡ്സ് ബിറ്റ്വീൻ ദി ടു ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഈസ് ഇറോഡിഡ്. ഇറോഡിഡ്. ഇറോഡ് ചെയ്യുക, ഇറോഷൻ അറിയാം നമുക്ക്, സോയിൽ ഇറോഷൻ, മണ്ണൊലിച്ച് പോകലാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇറോഡിഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഗ്രാജുവലി വീക്കൻഡ് എന്നാണ്, അല്ലെങ്കിൽ റിഡ്യൂസ്ഡ്, ഗ്രാജുവലി റിഡ്യൂസ്ഡ് അല്ലേ? ഇപ്പോൾ പബ്ലിക് ട്രസ്റ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഹാസ് ഇറോഡിഡ് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാവുന്ന. നെക്സ്റ്റ് ഈസ് റേസ്ഡ് concern over. Raised concern over. There is express worries about something. Express worries about something. ഉദാഹരണത്തിന് the report raised concern over safety. The report raised concern over safety. The next word is precipitated. Precipitated. മനസ്സിലല്ലേ? കാസ്റ്റ് സംതിങ് ടു ഹാപ്പൻ സഡൻലി. പെട്ടെന്നൊരു സംഭവം ത്തിലെത്തിക്കുക, മനസ്സിലല്ലേ? പെട്ടെന്നൊന്നും ഒരു കാര്യത്തെ സംഭവിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതൊരു ക്രൈസിസിലേക്ക് മാറി. ദി ഡിസ്കഷൻ precipitated a crisis. Precipitated a crisis. Next word is confidential knowledge. Confidential knowledge പോലെ കേൾക്കുന്ന, സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് confidential information അല്ലേ? അപ്പോൾ confidential information means secret information ആണ്, മനസ്സിലായല്ലോ? നോക്കൂ, he had a confidential information or confidential knowledge of the issue. ആ ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള കോൺഫിഡൻഷ്യലായ അറിവ് അവനുണ്ടായിരുന്നു എന്നല്ല. അടുത്ത സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ് എന്താണ്? സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ് കേട്ടാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഇമ്പോർട്ടൻ്റ് ആൻഡ് റിയൽ ഇഷ്യൂസിനെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കമ്മിറ്റി തീരുമാനമെടുത്തു, വി മസ്റ്റ് ഫോക്കസ് ഓൺ സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂസ്. നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റാൻറ്റീവായ ഇഷ്യൂസിലേക്ക് ഫോക്കസ് ചെയ്യലാണ്. നെക്സ്റ്റ് വൺ ഈസ് റിബത്തൽ. Rebuttal is a reply that argues against something. It's a rebuttal. മനസ്സിലായല്ലോ? അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരെയുള്ള ഒരു അങ്ങനെയല്ല എന്ന് പറയുന്നതിനുള്ള ഒരു റിപ്ലൈ, ഒരു മറുപടിയാണ് നമ്മൾ സാധാരണ റിബത്തൽ എന്ന് വിളിക്കുന്നത്. റിബത്തൽ. ദി നെക്സ്റ്റ് വേർഡ് ഈസ് MEMOIR, but it's pronounced member. Member എന്നാണ്. മെമ്പർ കൂടുതലുണ്ടെങ്കിൽ മെമ്പേഴ്സ്, അതിൻ്റെ പ്ലൂറൽ. മനസ്സിലായല്ലോ? ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണലായ അക്കൗണ്ടാണ് ഓഫ് ഹിസ് എക്സ്പീരിയൻസസ്, ഓഫ് സ്പെസിഫിക് എക്സ്പീരിയൻസസ് ആണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ പറയാം ഒരു പീരീഡ് ഓഫ് ടൈം, ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരാളുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അയാൾ ഓർക്കുന്നതാണ്, ഓർമ്മക്കുറിപ്പാണ് തീർച്ചയായിട്ടും മെമ്പോ. ഇറ്റ്സ് നോട്ട് മെമ്മോയൽ, മെമ്പോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്പോയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആസ് എ ടീച്ചറാണ് വിവരിക്കുന്നത്. എന്നങ്ങനെ പറയും, ഹി എക്സ്പ്ലെയിൻസ് ഹിസ് എക്സ്പീരിയൻസസ് ആസ് എ ടീച്ചർ in his memo. The next word is military standoff. What's military standoff? What does it mean? It's a tense situation where neither side acts. റേസിൻ്റെ കുറച്ചു കാലത്തിന് മുമ്പ് ഇന്ത്യയും ചൈനയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീരുന്നത് ഓർമ്മയുണ്ടാവുമല്ലോ, അല്ലേ? മുഖാമുഖം ആർമി നിൽക്കുകയാണ്, ബട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല, അല്ലേ? ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മിലിറ്ററി സ്റ്റാൻഡ് ഓഫ്. സോ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ ദി ടു കൺട്രീസ് ആർ ഇൻ എ മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ഇനി നെക്സ്റ്റ് വേർഡ്, 13ാമത്തെ വേർഡ് എന്ന് പറയുന്നത് സിയറു അവരാണ്. സിയറു, അല്ലേ? സിയറു അവർ. ശൂന്യ സമയം എന്ന, അല്ലേ? ശൂന്യവേള എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമാണത്, അല്ലേ? നമുക്കിത് പാർലമെന്റിലൊക്കെ ഉള്ള ഒരു ടൈമാണ്. ഈ ടൈം ഇൻ പാർലമെന്റ് to raise urgent matters. മനസ്സിലല്ലോ? വിതൗട്ട് പ്രയർ നോട്ടീസ്. നേരത്തെ നോട്ടീസ് കൊടുക്കാതെ തന്നെ പ്രശ്നങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സമയത്തെയാണ് നമ്മൾ സിയറു അവർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് പറയാം, ദി ഇഷ്യൂ വാസ് റേസ്ഡ് ഡ്യൂറിങ് സിയറു അവർ. സിയറു അവറിലാണ് ആ ഇഷ്യൂ റേസ് ചെയ്തത്. ദി ഇഷ്യൂ വാസ് റേസ്ഡ്. മനസ്സിലായല്ലോ? ദി നെക്സ്റ്റ് വേർഡ് ഈസ് മിസ്റ്ററി. ഇപ്പോൾ എന്താണ് മിസ്റ്ററി? ധാരാളം നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കാണ് മിസ്റ്ററി, അല്ലേ? മിസ്റ്റീരിയസ്, മിസ്റ്ററി ഒക്കെ കേട്ടിട്ടുണ്ടാവും. മിസ്റ്ററി എന്ന് പറയുമ്പോൾ സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഒരു എക്സ്പ്ലെയിൻ, അല്ലേ? നമുക്ക് അയാളുടെ ജീവിതം ഒരു മിസ്റ്ററിയാണ്, അല്ലേ? ഇറ്റ്സ് ഫുൾ ഓഫ് മിസ്റ്ററീസ്. ദുരൂഹതകൾ കൊണ്ട് നിറഞ്ഞതാണ്, അല്ലേ? നമ്മൾ പറയാറുള്ള ഒരു വാചകമാണ്. ഇനി നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മിസ്റ്ററി കഴിഞ്ഞിട്ട് റുട്ടീൻലി ഡിനൈഡ് ആണ്. റുട്ടീൻ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലർലി ഡിനൈഡ് എന്നാണ് ഇതിന് മീൻ. റെഗുലർലി ഡിനൈഡ്, അല്ലെ? അതൊരു നോർമലായ കാര്യം പോലെ ആയിത്തീരുക. മനസ്സിലായല്ലോ? അപ്പോൾ റെഗുലർലി ഡിനൈഡ്. അപ്പോൾ അവരുടെ റിക്വസ്റ്റുകൾ റുട്ടീൻലി ഡിനൈഡ് ആയി എന്നങ്ങനെ പറയും. Their requests were routinely denied. The next word is a fractured polity. A fractured polity. Fracture എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്, അല്ലേ? നമുക്കിപ്പോൾ ഒരാൾ മറിഞ്ഞു വീണു, അല്ലേ? കാലിലൊരു ഫ്രാക്ചർ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മീനിങ് ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണല്ലേ? അപ്പോൾ എന്താണ് ഫ്രാക്ചർഡ് പൊളിറ്റി എന്ന് പറഞ്ഞാൽ? പൊളിറ്റി മീൻസ് ഒരു സൊസൈറ്റി ആകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം. സൊസൈറ്റി ഓർ എ പൊളിറ്റിക്കൽ സിസ്റ്റം ദർ ഇസ് ഡിവൈഡഡ്. എന്താണ്? നോക്കൂ, പലതരത്തിൽ ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ ഫ്രാക്ചർഡ് പൊളിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ നമുക്ക് പറയാം, ദി കൺട്രി ഈസ് ബിക്കമിങ് എ ഫ്രാക്ചർഡ് പൊളിറ്റി ഡ്യൂ ടു constant conflicts.
ഒരു രാജ്യത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായി കഴിയുമ്പോൾ പല രാജ്യങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഫ്രാക്ചർഡ് പൊളിറ്റി ആയി മാറുക. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഈസ് ടു ആക്ട് ആസ് എൻ ഇൻസ്ട്രുമെന്റ്. അവിടെ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒന്നുമല്ല. ടു ആക്ട് ആസ് എൻ ഇൻസ്ട്രുമെന്റ് മീൻസ് ടു ആക്ട് ആസ് എ ടൂൾ. ദാറ്റ് മീൻസ് ഒരു ഉപകരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവൻ മറ്റൊരു കയ്യിൽ ഒരു ഉപകരണമായിരുന്നു. ടു ബി യൂസ്ഡ് ആസ് എ ടൂൾ ടു അച്ചീവ് സംതിങ്. അതാണ് ആക്ട് ആസ് an instrument. അപ്പോൾ the committee acted as an instrument for change. An instrument for change. മനസ്സിലായല്ലോ? നമുക്ക് ചേഞ്ചിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആവുക, അല്ലെ? ഒരു ടൂളായി തീരുക എന്നർത്ഥം. അതിലൂടെ മറ്റൊന്ന് സംഭവിപ്പിക്കുക എന്നാണ്. മനസ്സിലായെന്ന് കരുതുന്നു ഇത്രയും വാക്കുകൾ, അല്ലെ? 18 വേർഡ്സ് ആൻഡ് ഫ്രേസസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് നിങ്ങളെ എഡിറ്റോറിയൽ വായിച്ച് മനസ്സിലാക്കാൻ കുറേയൊക്കെ സഹായിക്കും. ഒരു സെൻറ്റൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിനേക്കാൾ ഉപരി കോമെൻറ്റ് ചെയ്യണം. ഒരിക്കലും മറക്കരുത് കോമെൻറ്റ് ചെയ്യാൻ.